ഇപ്പോൾ രവീന്ദ്രൻ നായരുടെ മകൻ ഹരിശങ്കർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഹരിശങ്കർ, 42 മണിക്കൂർ ശ്രീ രവീന്ദ്രൻ നായർക്ക് ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിക്കിടക്കേണ്ടി വന്നു എന്ന വാർത്ത ഞങ്ങളെയൊക്കെ ഞെട്ടിക്കുന്നതാണ്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് അച്ഛൻ പറയുന്നത്? അച്ഛൻ ചികിത്സയ്ക്കായിട്ട് ശനിയാഴ്ച 13-ാം തീയതി ഇവിടെ വന്നതാണ്. തുടർന്ന് ഈ 11-ാം നമ്പർ ലിഫ്റ്റ് കയറി ബട്ടൺ അമർത്തി മുകളിലേക്ക് പോയപ്പോൾ അത് സ്റ്റക്കായി നിന്നു. തുടർന്ന് അതിന് അതിലുണ്ടായിരുന്ന നമ്പറുകളിൽ വിളിച്ചു നോക്കി. പിന്നെ ഫോൺ അപ്പത്തേക്ക് സ്വിച്ച് ഓഫ് ആയി. പിന്നെ ആ എമർജൻസി അലാറം അതെല്ലാം അമർത്തി നോക്കി. അതിൽ ശബ്ദമൊക്കെ അതിൽ കേട്ടു, പക്ഷെ അതൊന്നും ആരും നോക്കിയില്ല. അവിടെ CCTVയിലോ സെക്യൂരിറ്റി ജീവനക്കാരോ അല്ലെങ്കിൽ ഈ ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സോ ആരും തന്നെ ശ്രദ്ധിച്ചിട്ടില്ല. ലിഫ്റ്റ് സ്റ്റക്കായി നിൽക്കുന്ന കാര്യം ആരും തന്നെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ശനിയാഴ്ച അതിൽ അകപ്പെട്ട അച്ഛൻ ഇന്ന് രാവിലെ 6 മണിക്കാണ് അതിന് പുറത്തു വരാൻ സാധിച്ചത്. 6 മണിക്ക് മറ്റൊരു ലിഫ്റ്റ് ഓപ്പറേറ്റർ അവിടെ പോയപ്പോൾ സ്റ്റക്കായി നിൽക്കുന്ന കണ്ടിട്ടാണ് അയാൾ അത് തുറന്ന അച്ഛൻ പുറത്തെടുക്കുന്നത്. അച്ഛനിപ്പോ ആരോഗ്യനില മെച്ചപ്പെട്ട് വരുന്നു. ഹരിശങ്കർ, അച്ഛനെ കാണാതായപ്പോൾ ഇത്രയും മണിക്കൂർ കാണാതായപ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? പരാതി നൽകിയോ? ഞങ്ങൾ ഇത്ര പരാതി കൊടുത്തു. ഞങ്ങള് നിയമസഭാ ജീവനക്കാരനാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ രാത്രി നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയിലായിരിക്കും നല്ല ശനിയാഴ്ച നമ്മൾ കരുതുന്നത്. ശനിയാഴ്ച രാത്രി വീട്ടിലെത്തതുകൊണ്ട് ഡ്യൂട്ടിയിലാണെന്നുള്ള കരുതുന്നത്. അതിന് തിങ്കളാഴ്ച രാവിലെയൊക്കെ വിളിക്കുന്നുണ്ട്. തിങ്കളാഴ്ച രാവിലെ പോയി പല നമ്പറുകൾ നമ്മൾ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. തുടർന്ന് ഇന്നലെ രാത്രി ഞങ്ങൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകുകയാണ് ഉണ്ടായത്. രാത്രി പരാതി കൊടുത്തിട്ട് അവർ അത് അന്വേഷിക്കാവുന്ന കാര്യങ്ങളും തുടർന്ന് രാവിലെ തന്നെ അത് അന്വേഷണം തുടരാമെന്നുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസിന്റെ ഭാഗത്ത് അവർ എല്ലാ നടപടികളും എടുക്കുന്നതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. രാവിലെ 6 മണി ആയപ്പോഴത്തേക്ക് ഇങ്ങനെ സംഭവം അറിഞ്ഞത്. അച്ഛന് ഫോണിൽ നിരന്തരം വിളിക്കുന്നുണ്ടായിരുന്നു അല്ലേ? അച്ഛന് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. കംപ്ലൈന്റ് ആയിട്ട് കുറച്ച് നേരം ഫോൺ സ്വിച്ച് ഓഫ് ആയി. അതിന് അലാറം എല്ലാം ഉണ്ടായിരുന്നു. അത് വേണ്ട സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരാളെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് മനസ്സിലാവാൻ ചെയ്യുമെന്ന് അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സെക്യൂരിറ്റി ജീവനക്കാരോ ഇവരാരും ശ്രദ്ധിച്ചിട്ടില്ല ആ കാര്യം. ഈ BP പ്രശ്നമല്ലാതെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ രവീന്ദ്രൻ നായർക്ക്? നടുവിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഓർത്തോയിൽ കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. ഓക്കെ, എന്തായാലും അച്ഛനോട് സംസാരിച്ചോ നിലവിൽ? അച്ഛനോട് സംസാരിച്ചു. അച്ഛൻ ഇപ്പോ ഇവിടെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. മെച്ചപ്പെട്ട് വരികയാണ്. ശരി ഹരിശങ്കർ, വളരെയധികം നന്ദി. ഞങ്ങളോട് സംസാരിച്ചതിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ കുടുങ്ങിയ രവീന്ദ്രൻ നായരുടെ മകൻ ഹരിശങ്കറാണ് സംസാരിച്ചത്. അവിടെ എത്തി ലിഫ്റ്റിൽ കയറി, ലിഫ്റ്റ് സ്റ്റക്കായി. അതിനുശേഷം 2-3 നമ്പറുകളിൽ വിളിക്കാൻ ശ്രമിച്ചു, സാധിച്ചില്ല. നമുക്കറിയാവുന്നതാണ് ലിഫ്റ്റിൽ ചിലപ്പോൾ കോൾ കണക്റ്റ് ആവില്ല എന്നുള്ളത്. തുടർന്ന് അദ്ദേഹത്തിന് ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ട്. നിരന്തരം വിളിക്കുമ്പോഴൊക്കെ സ്വിച്ച് ഓഫ് എന്ന മറുപടിയാണ് കിട്ടിയിരുന്നത് എന്നുള്ളതാണ് ഹരിശങ്കർ പറഞ്ഞത്.